അപ്പോൾ മുൻകൂട്ടി എന്നോട് ചോദിക്കാതെ വഴിക്ക് വെച്ച് എന്നെ വിളിച്ച് കാണണമെന്ന് പറഞ്ഞ് ഔചിത്യം എത്ര ഉന്നതനായ രാഷ്ട്രീയ നേതാവാണെങ്കിൽ അത് ശരിയായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് എനിക്ക് കോൺഗ്രസ്സുകാരുടെ ഒരു വിരോധമില്ല. എത്രയോ കോൺഗ്രസ്സുകാരെന്നെ കാണാൻ വന്നിട്ടുണ്ട്. ആ ഒരു മര്യാദ ഇല്ലാത്ത എൻ്റെ സൗകര്യം എന്തെന്ന് ചോദിക്കാതെ വന്നതുകൊണ്ട് എനിക്ക് അസൗകര്യമായതുകൊണ്ട് കാണണ്ടെന്ന് പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിൽ എങ്ങനെയൊരു വിലയിരുത്തൽ? എവിടെ മൊത്തം തെരഞ്ഞെടുപ്പിൽ മൊത്തം തെരഞ്ഞെടുപ്പിൽ നിങ്ങളെല്ലാം അറിഞ്ഞില്ലേ? ഇപ്പോൾ ചേലക്കര എല്ലാവരും വിചാരിച്ചു LDF നഷ്ടപ്പെടുമെന്നാണ്. LDF നല്ലപോലെ കയറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഞാൻ പോലും ഇത്തരം വലിയ ഒരു വോട്ട് പ്രതീക്ഷിച്ചില്ല. കാരണം രാധാകൃഷ്ണൻ അദ്ദേഹം എന്നും ഒരുപാട് 10,000, 30,000, 40,000 വോട്ടിന് ജയിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. അദ്ദേഹത്തിന് അവിടെ നിന്ന് ഒഴിവാക്കി എന്നുള്ളതിൻ്റെ പേരിൽ ഒരുപാട് വിഷമം ആ നാട്ടുകാർക്കുണ്ട്. എന്നാൽ പോലും ഇന്ന് നല്ല ഭൂരിപക്ഷത്തിൽ LDFിനെ ജയിക്കാൻ സാധ്യത കാണുന്നു. ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞ് ഏതാണ്ട് തന്നെ. പക്ഷേ അതിൻ്റെ പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് ഏതായാലും കിട്ടിയില്ലെന്നുള്ള ഉറപ്പാണ്. പിന്നെ പാലക്കാട് സംബന്ധിച്ചിടത്തോളം പറയാൻ സാധിക്കും. ഇങ്ങനെ നല്ല ടൈറ്റ് ഫൈറ്റായിട്ട് പോകും. പിന്നെ വയനാട് നിങ്ങൾക്കറിയാമല്ലോ, 5 ലക്ഷം പറഞ്ഞ എന്തായാലും ഒരിക്കലും ഒക്കുകയില്ല. കാരണം വോട്ട് തന്നെ പെർസെൻറ്റേജ് കുറഞ്ഞ്. പിന്നെ ജയം എല്ലാവർക്കും ആരാണെന്ന് അറിയാം. പിന്നെ വോട്ട് എത്ര ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടും, ആ ഭൂരിപക്ഷത്തിനുള്ള തർക്കങ്ങളുണ്ട്. ഏതായാലും അവർ വിചാരിച്ച ഭൂരിപക്ഷം ഏതായാലും കിട്ടുകയില്ല. ജയം ഉറപ്പാണ്. ഈ സർക്കാരിനെ വിലയിരുത്തലാകുമോ ഈ തെരഞ്ഞെടുപ്പ്? അതെങ്ങനെ വിലയിരുത്താൻ മാത്രം ഒന്നും ഇല്ലല്ലോ. കാരണം നമുക്ക് ചേലക്കര എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ സർക്കാരിനെ ഇത് വെച്ച് വിലയിരുത്താൻ എന്തുമാത്രം വെക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ വയനാട് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നതാണ്. ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം പണ്ടും പാലക്കാട് 3-ാം സ്ഥാനത്തായിരുന്നു LDF. ചേലക്കരയിൽ അവർ ജയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പിന്നെ ഒരു വിലയിരുത്തൽ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ക്ഷീണം, ഇടതുപക്ഷത്തിന് ഇപ്പോൾ ഭരണത്തിനൊരു മോറലേൽപ്പിച്ചു, അല്ലെങ്കിൽ അവർക്കൊരു ക്ഷീണം വന്നു എന്ന് ന്യായമായും നിഷ്പക്ഷമായും പറയാൻ പറ്റില്ല. പിന്നെ വാദിക്കേണ്ടവരും അല്ലെങ്കിൽ വാദിച്ച് തോൽപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിച്ച് ഇടതുപക്ഷത്തെ മോശമായി പറയാൻ സാധിക്കും. നിഷ്പക്ഷതയൊക്കെ സാധിക്കില്ല. പാലക്കാട് സരിനെ സ്ഥാനാർത്ഥിയാക്കിയത്, ഇടത് സ്ഥാനാർത്ഥിയാക്കിയത് LDFിന് സ്ഥാനം. കണ്ണൂർ ജില്ലയിൽ ഒരു 3-ാം സ്ഥാനമാണ്. അപ്പോൾ അവർക്ക് ക്ഷീണമായി പോയെന്ന് ചോദിച്ചാൽ വോട്ടിൻ്റെ എണ്ണം നോക്കിയിട്ട് പറയാം. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതും ഈ പ്രാവശ്യം കിട്ടിയത് എണ്ണം നോക്കിയിട്ട് നമുക്ക് പറയാം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം LDF 3-ാം സ്ഥാനത്താണ്. ഇത്തവണ അവർ 3-ാം സ്ഥാനമായി പോയി എങ്കിൽ അത് തപ്പിക്കാനൊക്കത്തില്ല. ക്ഷീണമായി പോയെന്ന് പറയാനൊക്കത്തില്ല. പാലക്കാട് സരിനെ സ്ഥാനാർത്ഥിയാക്കിയത്, ഇടത് സ്ഥാനാർത്ഥിയാക്കിയത് LDFിന് സ്ഥാനം. കണ്ണൂർ ജില്ലയിൽ ഒരു 3-ാം സ്ഥാനമാണ്. അപ്പോൾ അവർക്ക് ക്ഷീണമായി പോയെന്ന് ചോദിച്ചാൽ വോട്ടിൻ്റെ എണ്ണം നോക്കിയിട്ട് പറയാം. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതും ഈ പ്രാവശ്യം കിട്ടിയത് എണ്ണം നോക്കിയിട്ട് നമുക്ക് പറയാം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം LDF 3-ാം സ്ഥാനത്താണ്. ഇത്തവണ അവർ 3-ാം സ്ഥാനമായി പോയി എങ്കിൽ അത് തപ്പിക്കാനൊക്കത്തില്ല. ക്ഷീണമായി പോയെന്ന് പറയാനൊക്കത്തില്ല. നരേശേട്ടാ, പലപ്പോഴും നരേശേട്ടൻ LDFിന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ഇപ്പോഴും എങ്ങനെയാണ്? അത് തന്നെയാണ് ഉറച്ചത്? എനിക്ക് LDFിനെ UDFിനെ ഒരുപോലെ കാണുന്ന ആളാണ് ഞാൻ. അല്ല, കഴിഞ്ഞ തവണ എല്ലാം പറഞ്ഞിരുന്നത് ഒരു 2 മാസം മുൻപ് ഇതേ അഭിപ്രായമില്ലായിരുന്നു. UDFിനെ പൂർണ്ണമായിട്ട് തള്ളി പറഞ്ഞിരുന്നു. UDFിനെ തള്ളി പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ കയറരുതെന്ന് പറഞ്ഞ ആരാണ്? കോൺഗ്രസ്സുകാരനായ സുധീരൻ എന്നെ പിടിച്ച് അകത്തിടാൻ നോക്കിയെന്തിനാ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട്? ഞാൻ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ആലുവയിൽ പ്രസംഗം നടത്തിയപ്പോൾ ആ മാൻഹോളിൽ പോയ ഒരു മുസ്ലിമിന് 25 ലക്ഷവും അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ ആളിന് അവർക്ക് ഭാര്യയ്ക്ക് ജോലിയും കൊടുത്തു.
അപ്പം ഞാൻ പറഞ്ഞത് എന്തെന്നാണ്, തെറ്റൊന്നുമില്ല. അതോടൊപ്പം തന്നെ ആ ഹോളിൽ അതേ മരിച്ച് ബാക്കി 2 പേരുണ്ട്, അവർക്കൊന്നും കൊടുക്കാത്തത് എന്ന് പറയുമ്പോൾ ഞാൻ വർഗീയ കലാപം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ജയിലിലാക്കാൻ KPCC പ്രസിഡന്റിൽ എഴുതി കൊടുത്ത് എന്നെ ആലുവ SP കൊണ്ട് കേസെടുപ്പിക്കില്ലേ? ഞാനിത് തെറ്റിയിട്ടാണ്. കോടതി പോയപ്പോൾ എന്താ പറയുക, ഞാൻ പറഞ്ഞ വളരെ ശരിയാണെന്നല്ല കോടതി പറഞ്ഞത്. മാത്രമല്ല എൻ്റെ വീട്ടിൽ ഒരു കോൺഗ്രസ്സുകാർ കയറിപ്പോകരുതെന്ന് കൽപ്പിച്ചില്ലേ? അന്ന് 2 പേരെ വന്നിട്ടുള്ള ആ കൽപ്പന ലംഘിച്ച്, ഒന്ന് സുധാകരനും ഒന്ന് വക്കവും. അങ്ങനെ ഇത്രയും അലർജി എന്നോട് കാണിക്കാൻ ഞാനത് തെറ്റിയെന്ന് പറ. ഞാനൊരു കോൺഗ്രസ് വിരോധിയല്ല, കമ്മ്യൂണിസ്റ്റുകാർക്ക് വിരുദ്ധമല്ല. പിന്നെ സത്യങ്ങൾ തുറന്നു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ കോൺഗ്രസ് ചത്തകുതിര എന്നായിരുന്നു പറഞ്ഞത്. കോൺഗ്രസ് ചത്തകുതിര എന്നൊരു വിമർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ഞാനെല്ലാം ചത്തകുതിര തന്നെയായിരുന്നല്ലോ. ഇപ്പൊ അത് പണ്ട് മുസ്ലിം ലീഗ് ചത്തകുതിര എന്ന് ആരാ പറഞ്ഞത്? നെഹ്റുവാണ്. ഇന്ന് ആ കുതിരയുടെ പുറത്തെല്ലാം കയറിയല്ലാതെ കോൺഗ്രസ്സുകാർക്ക് സെക്രട്ടേറിയറ്റിലേക്ക് വരാനൊക്കെ എങ്ങനെയാണ് BJPക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നുണ്ട്? എവിടെ? കേരളത്തിൽ BJP പൂർണ്ണ പിന്തുണ ഞാൻ കൊടുത്തുകൊണ്ട് നല്ല പ്രയോജനമുണ്ടാകും. ജനം പിന്തുണ കൊടുക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഇതുവരെ ഒരു സീറ്റ് വേണ്ടി അകത്തിരിക്കാൻ ഒക്കുന്നുണ്ട്. അല്ല, മകൻ NDAയുടെ ഒപ്പമാണ്. അതെനിക്കറിയാൻ പറ്റില്ല. NDA എന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു യൂണിറ്റി ഇല്ല. അവർ തമ്മിൽ പരസ്പരം കലഹം. പക്ഷേ ഇതെല്ലാമാണെങ്കിലും അവർ വളർന്നുകൊണ്ടിരിക്കുന്നു. അവർ വളരുക എന്ന് പറഞ്ഞതിൻ്റെ കാരണം അവരുടെ ഗുണം കൊണ്ടല്ല, എതിരാളികളുടെ ദോഷം കൊണ്ട്. ആശ്രയിക്കാൻ മറ്റൊരു സ്ഥലമില്ല എന്ന് കണ്ടപ്പോൾ അവർ NDA ആശ്രയിക്കുന്നു. പക്ഷേ NDA വളർന്നുകൊണ്ട് ഇപ്പോൾ ഗുണം ആർക്കാണ് കിട്ടിയത്? LDFന് കിട്ടിയില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഉണ്ണിയാടൻ തോറ്റുപോയത് എന്തുകൊണ്ട്? NDA വോട്ട് 30 ലക്ഷം പിടിച്ചപ്പോഴാണ് ഉണ്ണിയാടൻ തോറ്റത്.